ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാ വൽ മുർസലീൻ നബീന മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വബഅദ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബല വഹുവൽ ഖല്ലാഖുൽ അലീം അവിടെയാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ അക്ബർ ഏറ്റവും വലിയത്, അതുകൊണ്ട് അൽ അസ്ഗർ ഏറ്റവും ചെറിയത്, അതിനെന്താണ് ഇസ്തിദ്ലാൽ തെളിവ് പിടിക്കുകയാണ്. എന്തായി പറഞ്ഞത്? ഏറ്റവും അൽ അക്ബർ കൊണ്ട് ഏറ്റവും അസ്ഗർ ചെറുതിന് തെളിവ് പിടിക്കുക എന്ന് പറഞ്ഞാൽ അൽ അസ്ഗറാണ് എന്ത്? സൃഷ്ടിച്ച ഒന്നിനെ വീണ്ടും സൃഷ്ടിക്കുക എന്നുള്ളത്. ഇവിടെ സൃഷ്ടിച്ച ഒന്നിനെ വീണ്ടും സൃഷ്ടിക്കുക എന്നുള്ളത് അത് ചെറിയ കാര്യമാണ്. അൽ അക്ബറാണ് എന്ത്? ഖൽഖുസ് സമാവാതി വൽ അർദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര ദിവസം കൊണ്ടാണ് ഖൽഖുസ് സമാവാതി വൽ അർദിന്റെ വിഷയം പറഞ്ഞത്? ഇന്ന റബ്ബക്കുമുല്ലാഹു അല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ ഫീ സിത്തത്തി അയ്യാമിൻ. അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം സിത്തത്ത് അയ്യാമിൻ്റെ ആവശ്യമല്ല. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില വിഷയങ്ങൾ നമ്മളെ പഠിപ്പിക്കാൻ അള്ളാഹുവിൻ്റെ ചില ഹിക്മത്തിനാൽ 6 ദിവസങ്ങളിലായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വാനങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചത്. വമാ ഖലഖ്നസ് സമാവാതി വൽ അർദ വമാ ബൈനഹുമാ ബാത്തിൽ, അല്ലെങ്കിൽ ബാത്തിലാന്ന് പറഞ്ഞില്ലേ. അപ്പോൾ പിന്നെ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പ്, ആകാശങ്ങളെ ഭൂമിയെ സൃഷ്ടിച്ചു എന്നുള്ളത് അത് എന്താണ്? അതാണ് ഏറ്റവും വലുത്. അള്ളാഹു പറഞ്ഞ അക്ബർ, അതേപോലെ തന്നെ അഷദ് എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ഇത് സൃഷ്ടിച്ച അള്ളാഹുവിന് പുനഃസൃഷ്ടി നടത്താൻ ഒരു പ്രയാസമില്ല. അതാണ് അസ്ഗറിന് അക്ബർ കൊണ്ട് തെളിവ് പിടിക്കാന്നാണ്. അവലൈസല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ, വാനങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചവൻ അല്ലേ? ബിഖാദിരിൻ എന്താണ്? ഖാദിർ എന്ന് പറഞ്ഞാൽ കഴിവുറ്റവൻ. ബി വന്നതോടുകൂടി അത് ഒന്നുകൂടി ഉറപ്പിക്കുകയാണ്. കഴിവുറ്റവൻ തന്നെയല്ലേ എന്തിന്? അലാ അൻ യഖ്ലുഖ മിസ്ലഹും, അവരെപ്പോലുള്ളതിനെ പടക്കുവാൻ. കാരണം എന്താ? നമ്മൾ പറഞ്ഞ അവരുടെ റൂഹ് ശേഷിക്കും, അവരുടെ ബോഡി ജീർണിച്ചിരിക്കും. അപ്പോൾ ആ ബോഡിയാണ് പടക്കുന്നത്, പിന്നെ റൂഹിനെ തിരിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് മിസ്ലഹും എന്ന് പറഞ്ഞത്. അപ്പോൾ അതിനുള്ള മറുപടിയാണിത്. ബല. എന്താ ബല എന്ന് പറഞ്ഞാൽ? നമ്മൾ പറഞ്ഞില്ലേ, ബല എന്ന് പറഞ്ഞാൽ അതെ എന്നുള്ളതാണ്. എന്ന് പറഞ്ഞെങ്കിൽ മുമ്പ് പറഞ്ഞ ഈ നിരാകരണത്തെ എന്ത് ചെയ്യാണ്? അവിടെ ഇസ്ബാത്ത് സ്ഥിരീകരിക്കുകയാണ്. ബല, അതെ എന്ന് പറഞ്ഞെങ്കിൽ അള്ളാഹു കഴിവുറ്റവനാകുന്നു. വഹുവൽ ഖല്ലാഖുൽ അലീം. വഹുവ അവൻ എങ്ങനെയുള്ളവനാണ്? വഹുവ അവൻ അൽ ഖല്ലാഖ് അൽ അലീം. അൽ ഖല്ലാഖ് എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഒരു പേരാണ് അല്ലേ, ഖൽഖിനെ അറിയിക്കുന്ന പേരാണ്. പിന്നെ അൽ അലീം, വിശുദ്ധ ഖുർആനിൽ 2 സ്ഥലത്ത് അൽ ഖല്ലാഖ് അൽ അലീം എന്ന് വന്നിട്ടുണ്ട്. രണ്ടും വിഷയതാണ്. വിഷയത ഈ ഇവിടുത്തെ വിഷയമാണ്. ഒന്ന് സൂറത്ത് ഹിജ്റിൽ വമാ ഖലഖ്നസ് സമാവാതി വൽ അർദ വമാ ബൈനഹുമാ ഇല്ലാ ബിൽ ഹഖ് വഇന്നസ് സാഅത ലആതിയതും ഫസ്ഫഹി സഫ്ഹൽ ജമീൽ ഇന്ന റബ്ബക ഹുവൽ ഖല്ലാഖുൽ അലീം. എന്തായിട്ട് അർത്ഥം? വമാ ഖലഖ്നസ് സമാവാതി വൽ അർദ ഇല്ലാ ബിൽ ഹഖ്, ആകാശങ്ങളെയും ഭൂമിയെയും നാം സൃഷ്ടിച്ചിട്ടില്ല ഇല്ലാ ബിൽ ഹഖ്, ന്യായപ്രകാരമല്ലാതെ. വഇന്നസ് സാഅത ലആതിയതുൻ. എന്താ വഇന്നസ് സാഅ? തീർച്ചയായും അസ്സാഅത അന്ത്യനാൾ ലആതിയതുൻ. എന്താ ലആതിയതുൻ? വരിക തന്നെ ചെയ്യും, സംഭവിക്കുക തന്നെ ചെയ്യും. ആര്? അസ്സാഅ, അന്ത്യനാൾ. ഫസ്ഫഹി സഫ്ഹൽ ജമീൽ, അതുകൊണ്ട് തന്നെ താങ്കൾ ഭംഗിയായി ക്ഷമിക്കുക, സഹിക്കുക. കാരണം ഈ പരലോകം പറയുമ്പോഴത്തേന് മറ്റവരും കയറുകയാണ്, കളിയാക്കുകയാണ്, കളവാക്കുകയാണ്. അപ്പോൾ ഫസ്ഫഹി സഫ്ഹൽ ജമീൽ. എന്നിട്ട് അള്ളാഹു പറയുന്നത് ഇന്ന റബ്ബക ഹുവൽ ഖല്ലാഖുൽ അലീം. ഇന്ന റബ്ബക, തീർച്ചയായും താങ്കളുടെ റബ്ബ് അവൻ അൽ ഖല്ലാഖ് ആകുന്നു, അൽ അലീം ആകുന്നു. അൽ ഖല്ലാഖ് എന്ന് പറഞ്ഞെങ്കിൽ എന്താ? സൃഷ്ടിക്കുന്നവൻ. ഖാലിഖ് എന്നുള്ള അർത്ഥത്തിൽ അള്ളാഹു അൽ ഖാലിഖ് ആണ്, അള്ളാഹു അൽ ഖല്ലാഖു ആണ്. എന്താ അൽ ഖാലിഖ്? ഖാലിഖ് എവിടെ അള്ളാഹ്ക്ക് വന്നത്? അള്ളാഹിൻ്റെ പേര് അൽ ഖാലിഖ് പലയിടത്ത് വന്നിട്ടുണ്ട് അല്ലേ. ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിർ അല്ലേ. അൽ ഖാലിഖ് അതാണ് അൽ ഖല്ലാഖ്. പക്ഷേ ഖാലിഖ് എന്നുള്ളത് അൽ ഫാഇലാണ്, അൽ ഖല്ലാഖ് അൽ ഫആലാണ്. ഏതാണ് അഗാധാർത്ഥ പ്രയോഗം? അൽ ഖല്ലാഖ് എന്നുള്ളത് അഗാധാർത്ഥ പ്രയോഗമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിക്കും, അള്ളാഹു ഉദ്ദേശിക്കുന്നത് അള്ളാഹു ഉദ്ദേശിക്കും വിധം. കമ്മൻ വ കൈഫൻ എന്നാണ്. കമ്മൻ വ കൈഫൻ. എന്താ ഈ കമ്മൻ വ കൈഫൻ? കമ്മൻ എന്ന് പറഞ്ഞാൽ എത്ര എണ്ണമാണോ സൃഷ്ടിക്കേണ്ടത് അത്ര എണ്ണം.
കെയ്ഫ് എന്ന് പറഞ്ഞാലോ എങ്ങനെയാണോ അങ്ങനെ. അള്ളാഹു സുബ്ഹാനഹു വ തആല എത്ര എണ്ണം സൃഷ്ടിക്കണോ അത്ര എണ്ണം സൃഷ്ടിക്കുന്നവനാണ്. അത് എങ്ങനെ സൃഷ്ടിക്കണോ അങ്ങനെ സൃഷ്ടിക്കുന്നതാണ്. അതാണ് അൽ ഖല്ലാഖ്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അൽ ഖല്ലാഖാണ്. എത്ര സൃഷ്ടിക്കണോ അത്ര സൃഷ്ടിക്കുന്നവൻ, എങ്ങനെ സൃഷ്ടിക്കണോ അങ്ങനെ സൃഷ്ടിക്കുന്നവൻ. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അലീമാണ്. അൽ അലീം എന്ന് പറഞ്ഞിട്ടെങ്കിൽ തികഞ്ഞ ജ്ഞാനം, സൂക്ഷ്മ ജ്ഞാനം ഉള്ളവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പൊക്കെയും അവൻ്റെ ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. അള്ളാഹിൻ്റെ അറിവ് സമ്പൂർണ്ണമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹിൻ്റെ സൃഷ്ടിപ്പിലൊന്നും എന്തില്ല, വേണ്ടാത്തതില്ല, വൃഥായില്ല. അവലൈസല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ബിഖാദിരിൻ അലാ അൻ യഖ്ലുഖ മിസ്ലഹും ബലാ വഹുവൽ ഖല്ലാഖുൽ അലീം.